നമ്മുടെ ഒരു സബ്സ്ക്രൈബർ യൂസ് ചെയ്യുന്ന ഈ ഒരു മാസം അവധിക്ക് നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്നിട്ട് എന്നോട് പേഴ്സണലി പറഞ്ഞു, ചേട്ടാ ഞാനൊരു പെർഫ്യൂം ട്രൈ ചെയ്തു, അതിൻ്റെ ഒരു കോംപ്ലിമെന്റ് കിട്ടിയ കഥ പറയാൻ വേണ്ടിയിട്ട് മെസ്സേജാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പം ഒരു ബാപ്റ്റിസം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ഒരു പെർഫ്യൂം അടിച്ചു. ഞാൻ ഈ പെർഫ്യൂം ഉപയോഗിച്ചത് എനിക്ക് പ്രീസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് കോംപ്ലിമെന്റ് കിട്ടി. അന്നേ ദിവസം 1-2 പേര് ചോദിച്ചു ഈ പെർഫ്യൂം ഏതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതാ, ഫോട്ടോ അയച്ചു തന്നു. ഓക്കെ, അർമാനി സ്ട്രോങ് വിത്ത് പവർഫുള്ളി. അപ്പം ആ സമയത്ത് എനിക്കിവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു, ഞാൻ വാങ്ങുന്ന സ്റ്റോറിൽ ഈ സാധനം ഇല്ലായിരുന്നു. അപ്പം വാങ്ങണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ചു. ഓക്കെ, പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യാത്തൊരു കോംപ്ലിമെന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ശരി, അപ്പം ഞാൻ എൻ്റെ സെല്ലറിനോട് പറഞ്ഞു ഈ സാധനം വരുമ്പോൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തായാലും പുള്ളിക്കാരൻ്റെ സ്റ്റോക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു സാധനം വന്നിട്ടുണ്ട്, ഞാൻ അപ്പം തന്നെ അയക്കാൻ പറഞ്ഞു. അങ്ങനെ അർമാനി സ്ട്രോങ് വിത്ത് പവർഫുള്ളി കൈ കിട്ടിയപ്പോൾ മൂക്ക് പണിമുടക്കി. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്തു, ആ DNA എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ പിന്നീട് എനിക്ക് ഒരു 1-2 ആഴ്ചയായിട്ട് എൻ്റെ മൂക്ക് ഷട്ട് ഡൗൺ ചെയ്തിട്ടിരിക്കുകയാണ്. ഒത്തിരി പ്രയാസപ്പെട്ടിട്ടൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, എൻഡോസ്കോപ്പി ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ 2 പല്ലൂടി എടുത്താലോ, അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. എനിക്ക് കിട്ടിയ മണം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് ഇടയ്ക്ക് ഒന്ന് മൂക്ക് തുറന്നപ്പോഴാണ് എനിക്കെൻ്റെ മണം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അന്നേ ദിവസം പറഞ്ഞ വിശ്വസിക്കില്ല, ഒരു കോംപ്ലിമെന്റ് കിട്ടി. അത് കിട്ടിയത് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു വെയിലാണ്. ഇനി പെർഫ്യൂമിനെ കുറിച്ച് പറയാം. പെർഫ്യൂം അർമാനി സ്ട്രോങ് വിത്ത് യു പവർഫുള്ളി 2026 ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. നമുക്ക് എനിക്ക് ഒട്ടുമിക്ക അർമാനി സ്ട്രോങ് വിത്ത് യുവിന്റെ ലൈനപ്പ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വളരെ ചുരുക്കമുള്ളൂ ഇനി ചെയ്യാൻ. ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. 100 ml ആണ് ഈ പെർഫ്യൂം. ഈ 100 ml അറൗണ്ട് ഇപ്പോൾ ഒരു 13,500-14 അടുപ്പിച്ച് വിലയുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും വില കൂടി ഇതാണെന്ന് തോന്നുന്നു. സാൻഡൽവുഡ് ആണോ? സാൻഡൽവുഡ് അല്ല, ഇതിനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ. ഓക്കെ, കയ്യിലുള്ളത് ടെസ്റ്റർ ബാച്ച് ആണ്. ബാച്ച് കോഡും കാര്യങ്ങളും താഴെയുണ്ട്. ഇവിടെ അർമാനിയുടെ ലോഗോ. ഇതിന്റെ ജ്യൂസിന്റെ കളർ ഞാൻ കാണിച്ചു തരാം, കളർ നോക്കണം. അർമാനി സ്ട്രോങ് വിത്ത് യുവിന്റെ ഒരു ലൈനപ്പിൽ ഈ ഒരു ഇത്രയും കളർ കണ്ടോ? ഈ ഒരു കളർ ഞാൻ അങ്ങനെ പെർഫ്യൂം അങ്ങനെ കണ്ടിട്ടില്ല. ഇത് എന്ത് കളറായത്? ഭയങ്കര ഒരു റെഡ് വൈൻ. എനിക്ക് വെട്ടത്ത് കാണുന്നുണ്ടെങ്കിൽ അറിയാം, ഒരു ശരിക്കും വെട്ടം തട്ടുമ്പോൾ ആ ഒരു രക്ത നിറത്തിലുള്ള ഒരു ചുമപ്പാണ് ഇതിന്റെ കളറായിട്ട് വരുന്നത്. ശരിക്കും ഒരു വൈൻ്റെ നിറമുള്ള ജ്യൂസ്. ഈ ഒരു കളർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ജ്യൂസ് സ്ട്രോങ് ആണ്, പെർഫോമൻസ് ഉണ്ടാവും, ലോങ്ജിവിറ്റി ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമായിരിക്കും. ആ പേര് പോലെ തന്നെ പവർഫുള്ളി ആണ് ഈ പെർഫ്യൂം, ഭയങ്കര പവറാണ്. ഇനി ഇതിന്റെ സെന്റ് പ്രൊഫൈൽ വരുന്നത് ഇപ്പോഴത്തെ സീസണിൽ പറ്റിയൊരു പ്രൊഫൈലാണ്. വാം, സ്പൈസി, ചെറി, വാനില, ആംബർ, നട്ടി, സ്വീറ്റ്, വുഡി, ബാൽസമിക്, ലാവണ്ടർ, പൗഡറി. നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ടോപ്പ് നോട്ടിൽ ചെറി. ഈ ചെറിയുടെ കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറി ജ്യൂസ്, അതാണ് ഈ ജ്യൂസിന്റെ ഒരു തീം. മാൻഡറിൻ ഓറഞ്ച്, മിഡിൽ നോട്ടിൽ സ്പൈസസ്, ലാവണ്ടർ, ബേസ് നോട്ടിൽ ചെസ്റ്റ്നട്ട്, വാനില, ആംബർവുഡ്. അതായത് അർമാനി സ്ട്രോങ് വിത്ത് യുടെ ആ സെയിം DNA അവരെന്ത് ചെയ്തു? ചെറി ജ്യൂസ് ആഡ് ചെയ്തു. അതാണ് അവർ കൊണ്ടുവന്ന ഒരു ട്വിസ്റ്റ്. ഇത് ട്രൈ ചെയ്തിട്ട് പറയാം. ഞാൻ ഏകദേശം ഒരു കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇത് പക്ക ഗുർമോണ്ട് പെർഫ്യൂമാണ്. ഇപ്പൊ ടോപ്പ് നോട്ടിൽ നമ്മൾ അടിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന മണം എന്ന് പറഞ്ഞാൽ ആ ഒരു നല്ല ഡാർക്ക് നിറത്തിലുള്ള, കറുത്ത നിറത്തിലുള്ള ചെറി പഴത്തിന്റെ, ചെറി ഫ്രൂട്ടിന്റെ ഒരു തിക്കായിട്ടുള്ള ഒരു സ്മെല്ല്. ചെറി ജ്യൂസിന്റെ മണം, നല്ല തിക്കായിട്ടുള്ള കൊഴുത്ത ഡാർക്കായിട്ടുള്ള ചെറി ജ്യൂസിന്റെ മണം, ഭയങ്കര സെക്സി ആയിട്ടുള്ള സ്മെല്ല്. അതിൻ്റെ അകമ്പടിയായിട്ട് വരുന്നതാണ് ഒരു നട്ടി ബേക്കറി സ്മെല്ല്, അല്ലെങ്കിൽ ചെസ്റ്റ്നട്ട്. നമ്മുടെ നാട്ടിൽ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് വറക്കുമ്പോൾ കിട്ടുന്ന ഒരു റോസ്റ്റഡ് നട്ട് സ്മെല്ല്, അത് ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അല്പം സ്പൈസസ്. ആ സ്പൈസസ് എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊരു ലാവണ്ടർ നോട്ടും ചേർത്തിട്ടുണ്ട്. കൂടുതലും ആ ഒരു വാനില. പക്ഷെ പുറത്തേക്ക് വരുന്ന മണം നല്ലൊരു റിച്ച് ഗുർമോണ്ട്, ഭയങ്കര സെക്സി അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അർമാനി സ്ട്രോങ് വിത്ത് യു DNA തന്നെ അതിൽ ഇതിനകത്ത് ഈ ചെസ്റ്റ്നട്ടും ഈ ചെറിയും ഒക്കെ ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വീറ്റ്, ഒരു യങ്ങർ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇറക്കിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. മക്കളെ ജെന്യൂനായിട്ട് പറയാണ്, സ്ട്രോങ് വിത്ത് യുവിൻ്റെ ഏതൊരു ലൈനപ്പ് ഇപ്പോൾ എടുക്കുന്നതൊക്കെ നല്ലത് ഈ പവർഫുള്ളി എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ടാണ് അവരിപ്പോൾ റേറ്റ് കൂട്ടിയിട്ടേക്കുന്നത്. ഇടയ്ക്ക് ഭയങ്കര ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻറ്റൻസിറ്റിയുടെ റേറ്റ് കുറച്ചായിരുന്നു, അബ്സല്യൂട്ടിയുടെ റേറ്റ് കുറച്ചായിരുന്നു. കാരണം അവർക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടാണ് ഒരു നീഷ് പ്രൈസ് ടാഗ് അവർ കൊടുത്തിരിക്കുന്നത്. കൊള്ളാം, ഒരു വർത്തായിട്ടുള്ള പെർഫ്യൂമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു മഴ സമയം എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ എടുത്ത് അടിച്ച് പൂശേണ്ട ഒരു പെർഫ്യൂമാണ്. ഈ ഒരു സമയത്ത് വേണം ഇത് ഉപയോഗിക്കാൻ. ഈ പെർഫ്യൂമിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം പറയും. ഈ പെർഫ്യൂമിൽ ചെറി നോട്ട് വരുമ്പോൾ കേക്കിൻ്റെ പുറത്ത് ചെറി വെക്കുന്ന പോലെ അത് മനോഹരമാകും. ചെറിയുടെ നോട്ട് വരുന്ന എല്ലാ പെർഫ്യൂമും, ഇപ്പോൾ ടോം ഫോർഡിന്റെ ലവ് സ്റ്റോറി എടുത്താലും, ഗിർലാൻഡ്, ഇഡിയൽ ഹോം, അതുപോലെ ചെറിയ നോട്ട് വരുന്ന ഏത് പെർഫ്യൂം എടുത്താലും അത് ക്ലിക്ക് ആകാറുണ്ട്, അത് ചീറ്റി പോകാറില്ല. അതുപോലെ തന്നെയാണ് സ്ട്രോങ് വിത്ത് പവർഫുള്ളിന് സംഭവിച്ചത്. ചെറിയ നോട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇത് എനിക്ക് എൻ്റെ ജ്യൂസിൻ്റെ കളർ കാണുമ്പോൾ ജ്യൂസിൻ്റെ സ്മെല്ല് ചെയ്യുമ്പോൾ എനിക്ക് എടുത്ത് കുടിക്കാൻ തോന്നും. വൈൻ ഗ്ലാസ്സിൽ കുറച്ച് നിറച്ചിട്ടൊന്ന് കുടിക്കാൻ തോന്നും. അതുപോലെ സ്വീറ്റാണ്. പിന്നെ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ഒരു ലൈറ്റ് എമൗണ്ട് സ്പൈസിനെസ്സും കുറച്ച് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ലാവണ്ടർ പൂക്കളുടെ മണം, ഒരു ഫ്ലോറൽ സ്പൈസി സ്മെല്ലായിട്ട് വരുന്നുണ്ട്. എവിടെയോ അർമാനി കോഡ് അബ്സലുവിൽ
ഒരു ചെറി ചേരുമ്പോൾ ഉള്ള ഒരു മണമായിട്ട് എനിക്ക് ഫീൽ ഭയങ്കര സെക്സി അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണം, ഒരു ഇത്തിരി യൂണീക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. അതായത് അർമാനി സ്ട്രോങ് വിത്ത് യു ഉള്ളവർക്ക് ഇത് യൂണീക്ക് അല്ല, അല്ലാതെ പുറമേ ചിന്തിക്കുന്നവർക്ക് ഇത് യൂണീക്ക് ആയിരിക്കും, കാരണം അവർക്ക് ഈ മണങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരവും രാത്രിയും ഉപയോഗിക്കുന്നെങ്കിൽ 8-9 മണിക്കൂറാണ് ഇതിൻ്റെ പെർഫോമൻസ്. നല്ല ലോങ്ജിവിറ്റി ഉണ്ട്. പ്രൊജക്ഷൻ ആദ്യത്തെ 3 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ്. ഇത് എപ്പോൾ യൂസ് ചെയ്യണം? ഇപ്പോഴത്തെ കാലത്ത്, ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ വേണം യൂസ് ചെയ്യാം. മൺസൂൺ, മഴ, കാറ്റ്, തണുപ്പ് ഉള്ള ഈ ഒരു സമയത്തോളം യൂസ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ മൂന്നാറിലോ ഇടുക്കിയിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഊട്ടിയിൽ, കൊടൈക്കനാലിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കുക. ഇനിയിപ്പോൾ ഗേൾഫ്രണ്ടായിട്ട് ഒരു കുടയിലൊക്കെ, ഒരു കുടക്കീഴിൽ യാത്ര ചെയ്യുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒക്കേഷൻസിലൊക്കെ, ഇപ്പോൾ പ്രത്യേകിച്ച് കോളേജിലൊക്കെ പോകുന്നവർക്ക് ഈ ഒരു സമയത്ത് ഗേൾഫ്രണ്ടായിട്ടൊക്കെ കുടയും പിടിച്ചൊക്കെ പോകാൻ പറ്റുന്ന ഒരു സീസണാണ്. അപ്പോൾ അത്തരം ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുക. ഒരു റൊമാൻറ്റിക് ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് അർമാനി സ്ട്രോങ് വിത്ത് യു പവർഫുള്ളി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കല്യാണം, പാർട്ടി, ക്ലബിങ്, ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ ഈ ചടങ്ങുകൾ, അടിച്ചുപൊളി, അതുപോലുള്ള സീസണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെക്സി ആയിട്ടുള്ള പെർഫ്യൂം. ഇത് പവർഫുള്ളി അല്ല, പ്ലേഫുള്ളി ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇത് പ്ലേ ബോയ് സംഭവമാണ്. അപ്പോൾ പ്ലേ ബോയ് പെർഫ്യൂം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് സ്ട്രോങ് വിത്ത് യു പവർഫുള്ളി. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 13,500, 14 വെച്ചാണ് വില വരുന്നത്. ഒരു നീഷ് പ്രൈസ് ടാഗ് ഉണ്ട്. സോ അതുകൊണ്ട് ട്രൈ ചെയ്തിട്ട് വാങ്ങുക. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കറൻ്റ് ഇതെല്ലാം അർമാനി സ്ട്രോങ് വിത്ത് യുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പവർഫുള്ളിയാണ്. ഇപ്പോൾ എടുക്കുക, നിങ്ങൾ അഥവാ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അർമാനി സ്ട്രോങ് വിത്ത് യുവിന് ഏത് എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ പറയും പവർഫുള്ളി എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു ചെറിയ നോട്ടും റോസ്റ്റഡ് നട്ട് സ്മെല്ലും അർമാനിയുടെ DNA-യും ആ ചെറിയും ഇതൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അത് പറഞ്ഞാൽ മനസ്സിലാണ്. നിങ്ങൾ സ്മെല്ല് ചെയ്ത് നോക്കുക. പിന്നെ ജ്യൂസിൻ്റെ കളറും കണ്ടില്ലേ, ഈ കളർ വരുമ്പോൾ ഊഹിക്കാമല്ലോ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളത്. ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് വാങ്ങാം. സ്ട്രോങ് വിത്ത് യു വാങ്ങിയവർക്കൊക്കെ ചിലപ്പോൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ അയ്യോ ഇത് ട്രൈ ചെയ്താൽ മതിയായിരുന്നു, ഇത് വാങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഡെഫിനറ്റായിട്ട് അവർക്ക് തോന്നും. അപ്പോൾ ഇതിൻ്റെ ലോങ്ജിവിറ്റി 8 മണിക്കൂർ, പ്രൊജക്ഷൻ 3 മണിക്കൂറാണ്. സോ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വൈകുന്നേരം രാത്രി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇതിലും നല്ലൊരു പെർഫ്യൂം വേറെ ഇല്ല. ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യുക. ജ്യൂസിൻ്റെ കളർ ഉണ്ടല്ലോ, വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ള ജ്യൂസാണ്. പിന്നെ ഇപ്പം നമുക്ക് ഈ ഒരു വർഷം ഇറങ്ങിയതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ബാച്ച് തന്നെയാണ് കിട്ടിയത്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. വില ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, 13,500, 14 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. 5 ml, 10 ml ഡീക്കൻ്റ് ഉണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.